അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 ടിഫിൻ. അപ്പോൾ ഇനി അടുത്ത് പാർട്ട്ണറായ നാരായണൻ്റെ ടിഫിനൊന്ന് നോക്കാം. തൈരാണ് മാറ്റി വെച്ചു. പിന്നെ ഇത് കൊറിയാണ്ടർ, അതായത് മല്ലിയില ചട്നി, പുതിന മല്ലിയില ചട്നി. ഇത് ചോറാണ്, പൊന്നിയരി അതെടുത്തു. ഇത് കാളൻ എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പുളിശ്ശേരി മാതിരി തന്നെ ഇരിക്കും, കാളനാണ്. ഓക്കെ. പിന്നെ ഇത് പയറുതോരൻ എടുക്കാം. പിന്നെ അടുത്തെന്താന്ന് നോക്കാം. ഇത് ചാമേരി, നമ്മുടെ മില്ലറ്റ് റൈസ്, അതെടുത്തു. പിന്നെ ഇത് നമ്മുടെ പുളിശ്ശേരി. കളർ വ്യത്യാസമുണ്ട് കേട്ടോ, പുളിശ്ശേരിക്കും കാളനും. അപ്പം ഇത് പിന്നെ പാവയ്ക്ക ഉണക്കിയത് എയർ ഫ്രയറിലിട്ട് ഫ്രൈ ചെയ്തതാണ്. ഇത് ഓമയ്ക്ക 4 മണിക്ക് കഴിക്കാൻ, അതൊന്ന് മാറ്റി വെച്ചു. ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാനായിട്ടാണ്, ചോറിൻ്റെ കഴിഞ്ഞുടനെ കഴിക്കത്തില്ല. പിന്നെ അപ്പോൾ പിന്നെ ഇതാണ് നല്ല മുരിഞ്ഞ എയർ ഫ്രയറിലിട്ട് എണ്ണയില്ലാതെടുത്ത പാവയ്ക്ക. ഇതാണ് പുളിശ്ശേരി. പിന്നെ പയറുതോരൻ, കാളൻ, പിന്നെ പുതിന മല്ലിയില ചട്നി. നല്ല കാണാൻ തന്നെ നല്ല ടേസ്റ്റിയാണത്. എല്ലാം ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റിയാണ്. പുതിനയുടെ ആ ഒരു മണവും ടേസ്റ്റും വേറെ ലെവൽ. നാരായണൻ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്.